ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനാണ് ഗൈസ് ഷിൻജൻ. ഓക്കെ ഗൈസ്, അപ്പം എനിക്കാണെങ്കിലില്ല ഗൈസ് 2 ദിവസം മുമ്പ് എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കാച്ച് പൊളുക്കോസ്കി ബംബ്ലോസ്കി ആയിട്ടുള്ളൊരു ലോട്ടറിങ്ങളൊക്കെ എന്തായാലും അടിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു ഗൈസ്. യെസ് ഗൈസ്. ഞാനാണെങ്കിൽ 2 ദിവസം മുമ്പാണ് ഒരു ലോട്ടറി ടിക്കറ്റുകളൊക്കെ നൈസായിട്ട് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും 50 കോടിയുടെ ലോട്ടറി ടിക്കറ്റുകളൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും അത്രയും വില കൊടുത്ത് വാങ്ങിച്ച സ്ഥിതിക്ക് ചിലപ്പോഴൊക്കെ എങ്കിലും ഒരു ഭാഗ്യം കിട്ടിയെങ്കിലും അത് അടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതാണ് ഗൈസ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ആ ഒരു ലോട്ടറി ടിക്കറ്റുകളൊക്കെ കറക്റ്റ് നമുക്ക് തന്നെ കിട്ടി ഗൈസ്. എൻ്റെ മോനെ ഞാൻ വളരെ വെരി 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 ഹാപ്പിയിലുകളൊക്കെയാണ് ഗൈസ് നിൽക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ ചുമ്മാ 50 കോടി രൂപകളൊക്കെ കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. എൻ്റെ അക്കൗണ്ടിലോട്ട് എന്നാലും ആ ഒരു ക്യാഷുകളൊക്കെ എന്നാലും ട്രാൻസ്ഫർ ആയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഇനിയിപ്പോൾ ഞാൻ കോടീശ്വരനങ്ങളൊക്കെയാണ് കേസ്. ഞാൻ ഒരു അടിപൊളി വീടും കാറും എല്ലാം തന്നെ എന്തായാലും വാങ്ങിക്കുന്നതാണ്. ഇനി മുതൽ ഞാൻ കോടീശ്വരനാണ് കേസ്. ഷിൻജാൻ ഈസ് ദി മില്യണയർ ഓഫ് ദി ഇന്ത്യ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് ചുമ്മാ എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ GTR കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാനായിട്ട് എന്തായാലും ഇറങ്ങിയാണ്. നമ്മളാണെങ്കിൽ പിന്നെ രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് നമ്മൾ ചുമ്മാ ബീച്ച് വരെ ഒന്ന് പോയിട്ട് എന്തായാലും തിരിച്ചെന്തായാലും വീട്ടിൽ കണക്ക് എന്തായാലും പെക്കോണ്ട് എന്തായാലും ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമ്മളങ്ങനെ വീട്ടിലോട്ട് എന്തായാലും പോകാം. നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് അവിടെ പണിയും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഇന്ന് ഞായറാഴ്ചകളൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻജാനുകളൊക്കെ എന്തായാലും അവിടെ വെളിയിൽ തന്നെ നിന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയണം. ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഡാൻസ് കളിക്കണത് എന്താ എനിക്കൊരു ഐഡിയ എന്നല്ല. എന്തായാലും അവൻ്റെ കൂടെ തന്നെ എന്തായാലും ചോദിച്ചെന്തായാലും നോക്കാം. എടാ ഷിൻജാനെ, നീ എന്തിനാണ് ഡാൻസ് കളിക്കണ? എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, മാൻ ഒന്നും പറയണ്ട ഫ്രാങ്ക്ലിൻ ചേട്ടാ. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഞാനാണ് 2-3 ദിവസത്തിന് മുമ്പായിട്ട് ഞാനാണ് ഒരു ലോട്ടറി ടിക്കറ്റുകളൊക്കെ എന്തായാലും എടുത്തിരുന്നത്. ആ ലോട്ടറി ടിക്കറ്റ് കറക്റ്റായിട്ട് എനിക്ക് തന്നെ അടിച്ച് ബമ്പർ പ്രൈസ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എത്ര രൂപയെന്നറിയാമോ എനിക്ക് ലോട്ടറി അടിച്ചാ? 50 കോടി രൂപ. എത്രയെന്നറിയാമോ? 50 കോടി രൂപയാണ് എനിക്ക് ലോട്ടറി ആയിട്ട് അടിച്ച. എടാ ഷിൻജാനെ, സത്യമായിട്ട് നീ കാര്യമായിട്ട് തന്നെ പറയണം. നിനക്ക് 50 കോടി രൂപ ലോട്ടറി അടിച്ചാ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, കറക്റ്റായിട്ടും 50 കോടി രൂപ ലോട്ടറി അടിച്ച്. നന്നായി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഗൈസ്. ജോലിയൊക്കെ അങ്ങ് രാജ്യം വെച്ചിട്ട് നമുക്ക് ഷിൻജാനെ കിട്ടിയ ആ ഒരു പൈസ വെച്ച് നമുക്ക് അങ്ങ് ആഘോഷിക്കാം ഗൈസ്. അപ്പോൾ എടാ ഷിൻജാൻ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നമുക്കപ്പം ഇനി 1 വർഷം സൂപ്പറായിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം ഈ ക്യാഷ് വെച്ച്. എന്തോ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇപ്പം എന്താണോ പറഞ്ഞേ? നമുക്ക് 1 വർഷം സുഖമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കാന്ന്. ഞങ്ങളല്ല, ഞാൻ സുഖമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുക. ഫ്രാങ്ക്ലിൻ ചേട്ടന് ഒരു ചില്ലി കാശ് പോലും എഴുതിയും തരില്ല. അല്ല പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാലും പക്ഷെ ഞാൻ ഒരിക്കലും ഈ പൈസയിൽ ഒന്നുപോലും ഞാൻ ഫ്രാങ്ക്ലിൻ ചേട്ടന് തരത്തില്ല. അതെൻ്റെ വാശിയാണ്. അതൊക്കെ അത്രയേ ഉള്ളൂ. ഈ പൈസ മുഴുവൻ എനിക്കാണ്. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഈ വീട്ടിൽ ഇറങ്ങിക്കോ. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എടാ ഷിൻജാന്, നീ ഇതെന്തൊക്കെയാണടാ പറയണ? എനിക്ക് നിൻ്റെ പൈസ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോകില്ല. കാരണം ഇത് എൻ്റെ വീടാണ്. ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വെച്ച വീടാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പോവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നീയല്ല നോക്കേണ്ട ആവശ്യം. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഇപ്പോൾ 1 നിമിഷം പോലും ഇവിടെ നിന്നോലെ. ഇവിടെ എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും. എന്നിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടനെ പിടിച്ചോണ്ടോ. അയ്യോടാ ഷിൻജാനെ, അങ്ങനെയൊന്നും വേണ്ടടാ, ഞാൻ പെക്കോളാം. എന്നാലോടാ ഷിൻജാനെ, ഇത് വേണ്ടായിരുന്നു. എന്നോട് ഇനി ഒന്നും പറയണ്ട. ഫ്രാങ്ക്ലിൻ ചേട്ടൻ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം തന്നെ ഇറങ്ങിക്കോ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ ഈ വീടങ്ങ് എടുക്കാനായിട്ടാണ്. ഇനി മുതൽ എൻ്റെ വീടാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഇവിടെ ഒരു സംഭവങ്ങളും നടക്കത്തില്ല. മേലെ ഇങ്ങോട്ട് വന്നോലെ. ഇനി മുതൽ ഇത് എൻ്റെ വീടാണ്. ഞാനാണ് കോടീശ്വരൻ. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഒരു ഫ്രാങ്ക്ലിൻ വന്നതാണ്. എടാ ഷിൻജാനെ, ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു. ഒന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടി തരും. ഞാൻ പയ്ക്കോളാം. എനിക്ക് കുറച്ച് എൻ്റെ സാധനങ്ങൾ എടുക്കാനുണ്ട്. ഒന്നുപോലെ അവിടെ നിന്ന് എടുത്തോലെ. നിങ്ങളുടെ ഡ്രസ്സോ അങ്ങനത്തെ സാധനം മാത്രം എടുത്താൽ മതി. വേറെ ഒന്നും ആ വീട്ടിൽ നിന്ന് എടുത്തോലെ. എൻ്റെ വീട്ടിൽ എടുക്കണമെന്ന് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അത് നീ പറയേണ്ട ആവശ്യമില്ല. അല്ല പിന്നെ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഗൈസ് ഞാൻ തന്നെ മൊത്തത്തിൽ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഗൈസ്. ഷിൻജാൻ ഗൈസ് നമ്മളെന്തായാലും ഈ വീട്ടിൽ നിന്ന് എന്തായാലും ഇറക്കി വിടാനായിട്ട് എന്തായാലും പോവേണം. എന്തിനാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അവനെ ലോട്ടറി ആയിട്ട് 50 കോടി രൂപ അടിച്ചതിലാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. അവന് ഭയങ്കര അഹങ്കാരങ്ങളൊക്കെയാണ്. അപ്പോടാ ഷിൻജാനെ, ബൈബൈടാ. എനിക്കിതിൻ്റെ ബൈബൈ എന്നുണ്ട്. ഇറങ്ങി പോടാടാ ഫ്രാങ്ക്ലിനെ.
എടാ നീ എന്നെ ഫ്രാങ്ക്ലീനെന്ന് വിളിച്ചല്ലേ? നിന്നെ ഞാൻ നോയിക്കോ, എന്നെ എങ്ങനെ അടിച്ചാൽ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാം, അതൊക്കെ അത്രേ ഉള്ളൂ. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോവേണേ, ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് പോവേണേ. ഞാൻ പിന്നെ അല്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു ലോറി ഇങ്ങോട്ട് അയക്കും കേട്ടോ, എനിക്ക് എൻ്റെ ഡിഫൻഡറും കൂടെ കൊണ്ടുപോകണം. ഞാൻ എൻ്റെ വണ്ടിയൊന്നും ഇനി നിനക്ക് തരില്ല. എന്തോ ഇവിടെ നിന്ന് ഒരു സാധനം പോലും എടുക്കലെന്നല്ലേ നിൻ്റെ കൂടെ പറഞ്ഞ. മയ്യക്ക് ഇറങ്ങിപ്പോടാ. നിനക്ക് വേണമെങ്കിൽ GTR അല്ലെങ്കിൽ ലാൻഡ് റോവർ ഡിഫൻഡർ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തുണ്ടോ, പക്ഷേ രണ്ടും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. കാരണം ഇത് മുതൽ ഞാൻ എൻ്റെ സ്വന്തമാണ്. അങ്ങനെ നീ പറഞ്ഞാൽ മതിയാ, ഞാൻ എൻ്റെ GTR എടുക്കും, പിന്നെ എൻ്റെ ഡിഫൻഡർ എടുക്കും. കാണാടാ, ഇറങ്ങി പോടാണെന്ന് രാവിലെ തന്നെ ഒന്ന് ചിലച്ചോണ്ടിരിക്കണം. അല്ല പിന്നെ ഗൈസ്, നമ്മുടെ ഷിൻജാൻ എന്താണ് ഈ സംഭവിച്ചത് എനിക്ക് ഒരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല ഗൈസ്. അവൻ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഗൈസ്. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. കാരണം വെച്ചാൽ അത് എൻ്റെ വീടാണ്, ഞാൻ പൈസ കൊടുത്ത് വെച്ച വീടുകളൊക്കെയാണ്. ഇനിയിപ്പോൾ എവിടെ പോയി താമസിക്കുമെന്ന് എനിക്കൊരു ഐഡിയ എന്നല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ 10ൻ്റെ പൈസ ഇല്ല ഗൈസ്. ഓക്കെ, ആകെപ്പാടെ ഉണ്ടായിരുന്ന കുറച്ച് പൈസകളൊക്കെയാണ്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല കേസ്. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഞാൻ വിചാരിച്ചു ഈ വണ്ടിയും കൂടെ അവ എടുക്കുന്നു. ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ആ 2 വണ്ടി അവിടെ നിന്ന് എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. നമുക്ക് ഈ വണ്ടി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ഷിൻജാൻ എന്ത് അഹങ്കാരമല്ലേ കേസ്, അവൻ നമ്മുടെ വീടൊക്കെ അങ്ങ് എടുത്തേക്കണ കേസ്. എന്ത് ചെയ്യാനല്ലേ കേസ്. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്ലാറ്റിലോട്ട് എന്തായാലും പോകാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് എന്തായാലും ചോദിച്ചു നോക്കാം എന്തെങ്കിലും വഴി ഉണ്ടാകും. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേസ്. ഓക്കെ, താമസിക്കാനായിട്ടൊക്കെ അതും കുറച്ച് പൈസയല്ലോ. ഓക്കെ, നമുക്കപ്പോൾ നേരെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എന്നാലും ലെസ്റ്ററുകളൊക്കെ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിലോട്ട് നമ്മളങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ GTRകളൊക്കെ നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. നമുക്ക് ലെസ്റ്ററിൻ്റെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് കയറി നോക്കാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ലെസ്റ്ററിനോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവുമെന്ന്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീടോ ഫ്ലാറ്റോ എന്തെങ്കിലുമൊക്കെ എന്തായാലും വാങ്ങണം കേസ്. ഓക്കെ, അല്ലാതെ നമുക്ക് താമസിക്കാനായിട്ട് എന്തായാലും പറ്റത്തില്ല കേസ്. ഓക്കെ, റെൻറ്റിനെങ്കിലും എടുക്കണം കേസ്. പക്ഷേ എൻ്റെ കയ്യിൽ അത്യാവശ്യം ക്യാഷൊക്കെ എന്തായാലും ഉണ്ട്, എന്നാലും കുറവാണ് കേസ്. എന്തായാലും നമുക്ക് ലെസ്റ്ററുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എനിക്ക് എന്തായാലും ഫൈനലി എന്തായാലും ലെസ്റ്ററുകളൊക്കെ എന്തായാലും ഒരു ഇൻഫർമേഷനുകളൊക്കെ തന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, സംഭവം എന്തെന്ന് വെച്ചാൽ കേസ്, നമ്മുടെ ഇന്ത്യയിൽ കണക്ക് കേസ് പുതിയതായിട്ട് എന്നാലും ഒരു വില്ലേജുകളൊക്കെ എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ റീഓപ്പണുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു പൊളിഞ്ഞ് തവിട് പൊടിയായ കുറേ പഴയ വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വില്ലേജുകളൊക്കെയാണ്. ആ ഒരു വില്ലേജ് ഇപ്പോൾ പുതുക്കി പണിഞ്ഞ് അവിടെയുള്ള എല്ലാ വീടുകളെല്ലാം പൊളിച്ചിളങ്ങി പുതിയ വീടൊക്കെ പണിഞ്ഞ് സീൻ ലുക്കൊക്കെ മാറ്റിയിടുന്നാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലെസ്റ്ററുകളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ കുറഞ്ഞ റേറ്റിന് എന്നാലും അവിടെ എന്നാലും ചെറിയ ചെറിയ വീടുകളൊക്കെ എന്നാലും കിട്ടും കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാലും ഇപ്പോൾ അതൊക്കെ വെച്ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കേസ്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നും തന്നെയില്ല, നമുക്കാണെങ്കിൽ പോകാനായിട്ട് വേറെ സ്ഥലമൊന്നും തന്നെയില്ല. പിന്നെ നമ്മളെന്തായാലും കുറേ വീടുകളൊക്കെ എന്നാലും നോക്കി എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, പക്ഷെ ആ ഒരു വീടൊന്നും നമുക്ക് വാങ്ങാനായിട്ട് അത്രയ്ക്ക് പൈസയൊന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, റെൻറ്റിനാണെങ്കിലും പോലും കേസ് അത്യാവശ്യം നല്ല പൈസയാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഒരു വില്ലേജ് ഫസ്റ്റ് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എൻ്റെ ദൈവം, ഇതാണ് കേസ് ആ വില്ലേജ്. പക്ഷെ എൻ്റെ മോനെ, ഞാൻ വിചാരിച്ച ഒരു മീഡിയം സൈസ് വീടൊക്കെ ആയിരിക്കുന്നു, പക്ഷെ ഇത് ഭയങ്കര ചെറിയ വീടാണ്. നമുക്കിവിടെ താമസിക്കാനൊന്നും പറ്റൂല കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്ന് കേസ്, ഇത് കണ്ട ഭയങ്കര ചെറിയൊരു വീട് കണക്കെയാണ് കേസ് ഉണ്ടാ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നോക്കിയൊക്കെയാണ് വീടെന്ന് വെച്ചാൽ കേസ് ഈ കാണുന്ന പച്ച കളർ വീടാണ്. ഓക്കെ, ഈ കാണുന്ന വീടാണ്. എൻ്റെ പൊന്നെ, ഇത് ബാക്കിയുള്ള വീടിനെക്കാളും ഭയങ്കര ചെറുതാണ്. ഇതാണ് ഏറ്റവും ലോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സെല്ലിലിട്ടിരിക്കുകയാണ്. ഇത് പുതിയ വീടുകളൊക്കെയാണ്. ഈ വീട് നോക്കിയാൽ മനസ്സിലാക്കണ്ട, ഭയങ്കര ചെറിയൊരു വീടുകളൊക്കെയാണ്. ഓക്കെ, നമുക്കെന്നാലും ഈ ഒരു വീടിൻ്റെ ഏതാണ് ഓണറിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചെന്നാലും ഒന്ന് ചോദിച്ചു നോക്കി. ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫുള്ളായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു വീടിൻ്റെ ഓണറിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും കോൺടാക്ട് ചെയ്ത് ചോദിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീട് കണക്ക് കംപ്ലീറ്റ്ലി എന്തായാലും പർച്ചേസിങ് കണക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6 lakh rupees കണക്കെയാണ് കേസ് എന്നാലും ഇയാളെന്തായാലും ചോദിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അതല്ലാതെ റെൻറ്റിന് കണക്കാണെങ്കിൽ ഒരു മാസം ഏകദേശം നമ്മളെന്തായാലും 4500 രൂപയും കണക്ക് കേസ് എന്തായാലും കൊടുക്കണം കേസ്. അതായത് വെച്ചാൽ 4500 rupees കണക്ക് നമ്മളെന്തായാലും ഒരു മാസവും കണക്ക് എന്തായാലും കൊടുക്കണം കേസ്. ഓക്കെ, അത് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, അതിനേക്കാളും നല്ല വീട് വാങ്ങിക്കണതാണ് കേസ്. 6 ലക്ഷം രൂപ കൊടുത്ത്. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ട്, എന്നാലും കുറവാണ് കേസ് നല്ലത്. ഓക്കെ, പക്ഷെ ആ ഒരു വീടിന് അത്രയും വില ഉണ്ടെങ്കിൽ ആ വീടിന് അത്രയ്ക്ക് നല്ലൊരു ഇതൊന്നും തന്നെ ഇല്ല കേസ്. ഒരു ഭയങ്കര ചെറിയ വീട് കണക്കാണ്. വെളിയിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം അല്പമെങ്കിലും വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ അകത്തൊരു ഭയങ്കര ചെറുതാണ്. കയറുമ്പോഴേ കേസ് നമ്മുടെ ബെഡ്റൂം കണക്കെയാണ് കേസ് ആ വീടിനെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്. പിന്നെ ചെറിയൊരു ഇടുക്ക് കിച്ചൺ. പിന്നെ ആ ഒരു വീടിനാണെങ്കിൽ നമുക്കാണെങ്കിൽ ബാത്റൂമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേസ്. ഓക്കെ, ബാത്റൂമോ കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു വീട്ടിൽ ഒന്നും തന്നെ ഇല്ല. ബാത്റൂം കണക്കെ വരണമെന്ന് വെച്ചാൽ വെളിയിലൊന്നും ആണ് കേസ്. ഓക്കെ,
വെളിയിൽ നിന്ന് ഉദ്ദേശിച്ച കേസ് വീടിൻ്റെ സ്വന്തം ബാത്റൂമുകളൊക്കെ അല്ല കേസൊക്കെ, അതല്ലാതെ തന്നെ എല്ലാ വീടുകൾക്കും കൂടെ ചേർന്ന് ഒറ്റ ബാത്റൂമുകളൊക്കെയാണ്. ഓക്കെ, ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈ പ്രൈസിലായിട്ടുള്ള കുറച്ചുകൂടെ വലിയ വീടുകൾക്ക് കണക്കെ എന്തായാലും ബാത്റൂമുകളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളടുത്ത് ഏറ്റവും വില കുറഞ്ഞ വീടാണ്. ഓക്കെ, പക്ഷെ അതിന് ബാത്റൂം തന്നെയല്ല, അത് ഇച്ചിരി പണിയാണ് കേസൊക്കെ. ആ വീട് കൊള്ളില്ല കേസൊക്കെ, ഭയങ്കര ചെറുതാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ട് അത് വാങ്ങിച്ചല്ലോ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ പിന്നെ ഈ സൈഡിലായിട്ട് വേറെ കുറേ അടിപൊളി കിടുക്കാച്ച വീടുകൾ കണക്കെ ഉണ്ട് കേസൊക്കെ, അത്യാവശ്യം വില കുറഞ്ഞ വീടുകൾ കണക്കെ. നമുക്ക് എന്തായാലും ആ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേസൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ആയിട്ട് തന്നെ 2 വീടുകളൊക്കെ സെല്ലിലിട്ടിരിക്കണം. ഓക്കെ, ആ വീട് നമുക്ക് മനസ്സിലാവും, നല്ല ലക്ഷറി ഹൗസാണ്. അതിന് ഏകദേശം $5,000 മില്യൺ കണക്കാണ്. $5,000 മില്യൺ ആണെങ്കിൽ കുറേ ഫ്യൂച്ചേഴ്സ് ആ വീടിന് കണക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, അതൊന്നും വാങ്ങിക്കാനുള്ള പൈസയൊന്നും തന്നെ നമ്മുടെ കയ്യിൽ എന്തായാലും ഇല്ല. ഓക്കെ, ഈ കാണുന്ന വീടല്ലേ, ഇത് നമുക്ക് എന്തായാലും നൈസായിട്ട് നോക്കിയാലാന്ന് ഞാൻ എന്തായാലും ആലോചിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഈ ഒരു വീടിന് കണക്ക് ഏകദേശം വെറും $100 മില്യൺ കണക്കെ എന്തായാലും ഉള്ളു കേസൊക്കെ, അത്യാവശ്യം നല്ല കുറവുകളൊക്കെയാണ്. ഓക്കെ, $100 മില്യൺ എന്ന് പറയുന്ന കേസ് ഈ ഒരു വീടിൻ്റെ ലോണാണ്. എല്ലാം കൂടെ ഈ ഒരു വീടിന് ഏകദേശം ഒരു $2,000 മില്യൺ കണക്കെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, $2,000 മില്യൺ കണക്കാണ് കേസ് ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. മറ്റേത് നല്ല ലക്ഷറി വീടാണ് ഇതിനേക്കാളും. ഓക്കെ, പക്ഷേ ഇത് അത്യാവശ്യം വിലങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ ഏകദേശം ഒരു എത്ര $100 മില്യൺ ഉണ്ട്, എന്നാലും ഭയങ്കര കുറവാണ് കേസ്. ഓക്കെ, നമ്മുടെ ഏതാണ് ഇന്ത്യയിൽ ഈ ഒരു ഭാഗത്തുള്ള വീടുകൾക്കൊക്കെ ഭയങ്കര വിലയാണ്. ഓക്കെ, $100 മില്യൺ ഉണ്ടായാലും പോലും നേരെ വാങ്ങിക്കാൻ പറ്റത്തില്ല കേസ്. ഓക്കെ, ഈ ഒരു വീടിന് പക്ഷേ 2,000 മില്യൺ കണക്കെ എന്തായാലും ഉള്ളൂ കേസ്. ഓക്കെ, കയറി വരുമ്പോഴേ ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട്, അത് നൈസായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ കണക്കെ വരാണെങ്കിൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഡ്രസ്സിങ് ഏരിയ പോലെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ സോഫ ഇട്ടിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം വെച്ചാൽ. എൻ്റെ പൊന്നെ, ആ വീടിനേക്കാളും എന്ത് അടിപൊളി വീടാണ് കേസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കിതങ്ങ് വാങ്ങിക്കാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും മുകളിലോട്ട് എന്നാലും ഒന്ന് കയറി എന്തായാലും പോവാം കേസ്. ഇയാളിത് എന്താണ് കാണിക്കണത്? അതേപോലെ നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങണമെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ അവിടെ ഹോള് കണക്കുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ സോഫകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടുണ്ട് TV കണക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സോഫയും കണക്കുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് മൊത്തത്തിൽ സ്റ്റെപ്പൊക്കെയാണ്. അതിന് ഈ ഒരു സൈഡിലോട്ട് ഇറങ്ങി ഇവിടെ ആയിട്ടുണ്ട് ചെറിയൊരു കിച്ചണും കണക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നൈസ് വീട് കണക്കാണ് കേട്ടോ. $2,000 മില്യൺ കണക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും ഈ വീട് നല്ല ഒരു വീട് കണക്കാണ്. പിന്നെ ഈ ഒരു വീടിന് നല്ല രസമുള്ളൊരു കിടില് ബാൽക്കണിയും കൂടെ എന്തായാലും ഉണ്ട്. സത്യത്തിൽ ഇവിടെ നിന്നാണ് കേസ് കയറി എന്തായാലും പോകേണ്ടതെന്ന് വെച്ചാലൊക്കെ നമ്മൾ ഡയറക്റ്റ് എന്തായാലും അടിയിൽ എന്തായാലും പോയി കേസ്. ഓക്കെ, ഇവിടെ കൂടെ ഇങ്ങനെ കയറി കണ്ട് ഈ ഒരു വീട് കണ്ട് ഇവിടെ മൊത്തത്തിലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. നൈസൊരു വീട് കണക്കാണ്. നമ്മളെന്തായാലും ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിട്ട് ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും ബിൽഡ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നല്ലൊരു വീട് കണക്കാണ്. ഓക്കെ, ഇനി ഈ ഒരു വീടിൻ്റെ പ്രൈസ് കണക്കെയാണ് കേസ് ഇച്ചിരി കൂടുതൽ തരണം. ഓക്കെ, എന്താണ് ഈ ഒരു വീടിന് ഇത്രയും പ്രൈസുകളൊക്കെ കൂടുതലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കേസ് ഈ ഒരു വീടിന് കണക്ക് എന്താണ് ഇത്രയും പ്രൈസ് എന്ന് വെച്ചാൽ, ഈ ഒരു വീട് ഇപ്പോൾ കാണുമ്പോൾ അത്യാവശ്യം വലിയൊരു വീട് കണക്കാണ്. ആ ഒരു വീട് കണക്ക് നോക്കുകയാണെങ്കിലും പോലും അത്യാവശ്യം നല്ല വലിപ്പവും കണക്കെ എന്നാലും ഫീൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു വീടിൻ്റെ വലിപ്പം അതേപോലെ ഈ ഒരു വീടിൻ്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം കൂടെ ചേർത്താണ് കേസ് ഇത്രയും റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആ ഒരു വീടിന് ഏകദേശം $5,000 മില്യൺ കണക്കാണ്. ഓക്കെ, ഈ $5,000 മില്യൺ ആണെന്നുള്ള എന്ത് രീതിയിലുള്ള ഭൂമി കുലുക്കോ അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഇതെല്ലാം ഈ വീടിന് തരണം ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് കേസ് എന്നാലും ഈ ഒരു വീടുകളൊക്കെ ഉണ്ടാക്കിയവർ കണക്ക് പറയണം വെച്ചാൽ. അത്രത്തോളം ഭയങ്കര വലിയ കണക്കിനുള്ള ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കല്ല് വെച്ചാണ് ഈ ഒരു വീടുകളൊക്കെ ബിൽഡ് ചെയ്തേക്കണം വെച്ചാൽ. ഇപ്പോൾ ഈ വീട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി നല്ല രീതി ബിൽഡ് ക്വാളിറ്റികളൊക്കെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, എത്രത്തോളം നമ്മൾ എന്ത് സാധനം എടുത്ത് അടിച്ചെറിഞ്ഞാൽ പോലും ഈ വീട് ഒരിക്കലും പൊളിയാത്ത രീതിയിൽ തന്നെ എന്തായാലും ബിൽഡ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അതാണ് കേസ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയണം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. ഇവർ വലിപ്പത്തിൻ്റെ കാര്യമല്ല എന്തായാലും മാക്സിമം നോക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വീടിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി കണക്ക് എന്തായാലും ഉള്ളൊരു വീട് കണക്കാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു വീട് കണക്ക് വാങ്ങിക്കാനായിട്ടാണ്. ഓക്കെ, ഏകദേശം ഒരു മാസം എന്നാലും ഈ 10 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ലോണെന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടിയ ലോണെന്ന് പറഞ്ഞാൽ 100 മില്യൺ കണക്കാണ് കേസ് എന്തായാലും
ഏറ്റവും കൂടിയ ലോണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാസം എന്തായാലും കേസ് 10 ലക്ഷം രൂപ അടച്ചാൽ മതി കേസ്. ഓക്കെ, 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം കുറേ വർഷം വരെ എന്തായാലും നീണ്ടൊക്കെ എന്തായാലും പോകും കേസ് ഈ വീടിൻ്റെ ലോണൊക്കെ. ഓക്കെ, എന്തായാലും ഉള്ള പൈസയൊക്കെ വെച്ച് എന്തായാലും നമ്മളെന്തായാലും ഈ വീട് എന്തായാലും വാങ്ങിക്കുന്നതാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതാണ്. ഓക്കെ, ഷിൻജാൻ നമ്മളെ ഇറക്കി വിട്ടുകൊണ്ടാണ് കേസ്. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വീടിൻ്റെ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ ഫൈനലി ഗൈസ് ഞാനങ്ങനെ ഈ ഒരു വീട് കണക്കെ നൈസായിട്ട് എന്തായാലും പർച്ചേസ് ചെയ്തേക്കാണ് ഗൈസ്. ഈ വീട് ഫുള്ള് പർച്ചേസ് ചെയ്തേക്കാണ്. ഏകദേശം ഞാൻ എന്തായാലും $100 മില്യൺ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഒക്കെ ഇപ്പോഴേ തന്നെ. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വീട് അടിപൊളിയായിട്ടുള്ള വീട് കണക്കാണ്. നമ്മളങ്ങനെ പുതിയൊരു വീട് കണക്ക് പർച്ചേസ് ചെയ്തേക്കാണ്. ഓക്കെ, ഇനി ഗൈസ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു വീട് വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് മൊത്തത്തിൽ കാലിയായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒന്നാമതെ പൈസ ഇല്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇന്ത്യയിലുള്ള ഈ ഒരു ഏരിയയിൽ കണക്കെ $10 മില്യൺ എന്ന് പറയുമ്പോൾ 10 അല്ല $100 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 രൂപയുടെ അത്രയും വാല്യൂവേ ഉള്ളൂ കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇതെന്ന് വെച്ചാൽ. ഓക്കെ, വെച്ചാൽ അത്രയും വാല്യൂകളൊക്കെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും പൈസകളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ പോണേന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഒരു പഴയ ഒരു വീട്ടിലോട്ടാണ്, അതായത് നമ്മുടെ ഷിൻജാനുകളൊക്കെ താമസിക്കുന്ന വീട്ടിലോട്ടാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കേസ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടാണ് കേസ്. ഓക്കെ, അവനൊക്കെ എനിക്ക് അവനിട്ടൊരു 8ൻ്റെ ഒരു പണികളൊക്കെ കൊടുക്കണം കേസ്. ഓക്കെ, അതിനായിട്ടാണ് ഞാൻ എന്തായാലും പോണേന്ന് വെച്ചാൽ. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ കേസ് ഇതെന്താണ് ഇവിടെ ആരും ഇല്ലല്ലോ. ഏയ് ഷിൻജാനെവിടെ? ഷിൻജാനെ എവിടെടാ? ആരടാ? എടാ ഫ്രാങ്ക്ലിനെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വന്നോല്ലെന്ന്. എന്നിട്ട് നീ പിന്നെയും വന്നാ? അല്ല പിന്നെ ഇനി മേലെ ഈ വീട്ടിൽ നീ വന്നോല്ലേ കേട്ടടാ. ഓ, എനിക്ക് ഈ വീട്ടിൽ എപ്പോഴാണെങ്കിൽ പറയാം. കാരണം ഈ വീട് ഞാൻ പൈസ കൊടുത്ത് ഉണ്ടാക്കി വെച്ച വീടാണ്, അല്ല നീ ഉണ്ടാക്കില്ല. ഒന്ന് ഇറങ്ങി പോടാ അവിടെ നിന്ന്. നീ പോടാ ആദ്യം. അല്ല പിന്നെ ഞാൻ ഇവിടെ പുതിയ വീടൊക്കെ വാങ്ങിച്ചു, അത് നീ ഇറങ്ങിയാ? ഓ, ഞാൻ എല്ലാം ഇറങ്ങി. നീ പുതിയ വീട് വാങ്ങിച്ചെടുത്തൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെ വിളിച്ചിറങ്ങി. അതൊന്നും ഇപ്പോൾ വലിയ കാര്യമൊന്നുമല്ല. നിൻ്റെ വീട് ഒരു കാറ്റടിച്ച് പോകുമ്പോൾ തന്നെ എല്ലാം കൂടെ പൊളിഞ്ഞടിച്ച് തന്നെ തവിടോടിയ വീഴും. ഓടാ, നമുക്ക് കാണാടാ. ഓ, നമുക്ക് കാണാം. ഓ, എല്ലാം കഴിഞ്ഞ് നീ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയണം ഷിൻജാനെ. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോ. ഒന്ന് പോടാ അവിടെ നിന്ന്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. നിൻ്റെ നക്കാപ്പിച്ച കാശൊന്നും എനിക്ക് വേണ്ട. ഇറങ്ങി പോടാ അവിടെ നിന്ന്. ഓക്കെ ഗൈസ്, ഷിൻജാനിപ്പോൾ നല്ല രീതിയിൽ അഹങ്കാരവും എല്ലാം കൂടിയാണ് ഗൈസ്. ഓക്കെ, എൻ്റെ പോയി ഇങ്ങനെ പോയാൽ എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സീരീസ് കണക്കാന്ന് ഇവിടെ വെച്ചെന്നാലും എൻ്റെ ആവുന്നില്ല. ഇതിൻ്റെ ഒരു പാർട്ട് കൂടെ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ആ ഒരു പാർട്ട് കൂടെ കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു സീരീസ് കണക്ക് എന്തായാലും എൻ്റെ ആവത്ത് എന്തായാലും ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സീരീസ് കണക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സീരീസ് കണക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കണും കൂടെ ഞാൻ ചെയ്താൽ വീഡിയോസ് കണക്ക് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.